രാജ്യത്താദ്യമായി നടന്ന അത്യപൂർവമായ ഒരു കേസും അതിന്റെ വിധിയെയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. എയ്ഡ്സ് പകർത്തണം എന്ന ഉദ്ദേശത്തോടെ 9 വയസ്സുകാരനെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിൽ പോക്സോ അടക്കം വിവിധ വകുപ്പുകളിലായി പ്രതിക്ക് 3 ജീവപര്യന്തവും 22 വർഷം കഠിന തടവും 1.05 ലക്ഷം രൂപ പിഴയും. 10 വർഷമായി എയ്ഡ്സ് രോഗത്തിന് ചികിത്സയിൽ കഴിഞ്ഞു വന്നിരുന്ന പുനലൂർ ഇടമൺ സ്വദേശിയായ 39കാരനെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ടി.ഡി. ബൈജുവിന്റേതാണ് അത്യപൂർവമായ ഈ വിധി. കുട്ടിക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ശുപാർശയും ചെയ്തിട്ടുണ്ട്. 2020ലാണ് കേസിന് ആസ്പദമായ സംഭവം. തെന്മല പോലീസ് ഇൻസ്പെക്ടറായിരുന്ന MG വിനോദാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത് ഹാജരായി. താൻ എയ്ഡ്സ് രോഗിയാണ് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് കൊല്ലം പുനലൂർ പോക്സോ അതിവേഗ കോടതി ജഡ്ജി ടി.ഡി. ബൈജുവാണ് ശിക്ഷ വിധിച്ചത്. എയ്ഡ്സ് പരത്തണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പ്രതിയായ 39കാരൻ 10 വയസ്സുകാരനെ പീഡിപ്പിച്ചത് എന്ന് വ്യക്തമായതോടെയാണ് കടുത്ത ശിക്ഷ വിധിച്ചത്. രാജ്യത്താദ്യമായാണ് ഇത്തരമൊരു കേസും വിധിയും എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത് പറഞ്ഞത്. 2020 ഓഗസ്റ്റിലായിരുന്നു പീഡനം. പുനലൂർ ഇടമൺ സ്വദേശിയായ 39 വയസ്സുള്ള പ്രതി 2013 മുതൽ എയ്ഡ്സ് ബാധിതനാണ്. ഇയാൾക്ക് 5ാം ക്ലാസ്സുകാരന്റെ മാതാപിതാക്കളുമായി മുൻ പരിചയമുണ്ടായിരുന്നു. ഈ ബന്ധത്തിലൂടെ കുട്ടിയുമായി അടുത്തു. മൊബൈലിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക രംഗം കുട്ടിയെ കാണിച്ചുകൊടുത്ത് നിരവധി തവണ പീഡിപ്പിച്ചു എന്നാണ് കേസ്. തെന്മല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പുനലൂർ പോക്സോ അതിവേഗ കോടതിയാണ് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത്. 3 ജീവപര്യന്തവും 22 വർഷം കഠിന തടവുമാണ് ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 9 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറച്ച് ശരീരത്തെ ദുർബലപ്പെടുത്തുക എന്നതാണ് HIV ചെയ്യുന്നത്. ശരീരത്തിന്റെ പ്രതിരോധം ക്രമേണ കുറയുകയും തുടർന്ന് മാരക രോഗങ്ങൾ പിടിപെട്ട് പ്രതി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു എന്നതാണ് അസുഖത്തിന്റെ രീതി. ചികിത്സ ഇല്ലാത്ത രോഗം എന്നാണ് എയ്ഡ്സ് പൊതുവെ അറിയപ്പെടുന്നത്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഉടൻ മരണം എന്ന ചിന്ത സമൂഹത്തിലാകെ പിടിമുറുക്കുന്നുണ്ട്. എന്നാൽ തക്ക സമയത്ത് കൃത്യമായ ചികിത്സ തുടങ്ങാൻ ബാധിച്ചാൽ അസുഖം ബാധിച്ചവർക്ക് ആയുർദൈർഘ്യം നീട്ടിക്കിട്ടും. മുൻപ് നിരവധി ഗുളികകളാണ് എയ്ഡ്സ് രോഗി കഴിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് ദിവസത്തിൽ 1 എന്ന കണക്കിൽ അത് ചുരുങ്ങിയിട്ടുണ്ട്. പാർശ്വഫലങ്ങളും വളരെയധികം കുറവാണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ അസുഖം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയും ചെയ്യും. രോഗിയുമായി ഇടപഴകിയത് മൂലം എയ്ഡ്സ് ബാധിക്കുമോ എന്ന ഭയമാണ് പൊതുസമൂഹത്തിന് ഉള്ളത്. അടുത്തുകൂടി പോയാൽ വായുവിൽ കൂടി രോഗം പടരും എന്ന സംശയം വരെ കൊണ്ട് നടക്കുന്നവരുണ്ട്. എന്നാൽ രോഗം ബാധിച്ച ആളുടെ കൂടെ ഒരു മുറിയിൽ ഇരുന്നതുകൊണ്ടോ രോഗിയെ തൊടുന്നത് മൂലമോ ഒരുമിച്ചൊരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലോ എയ്ഡ്സ് പടരില്ല. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മൂലമാണ് എയ്ഡ്സ് ബാധിതരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ഉമിനീരിലൂടെ ഈ രോഗം പകരുകയില്ല എന്ന് പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.